വിജയ് ദേവരകൊണ്ടയുടെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വൺ തിരിച്ചുവരവ് തന്നെയാണ്. ഇത് തന്നെയാണ് കംബാക്കിന് പറ്റിയ മൂവി. കാരണം വേറെ ലെവൽ. ഫസ്റ്റ് ഹാഫൊന്നും ഒരു രക്ഷയില്ല, നീറ്റ് ആൻഡ് ക്ലീൻ എടുത്തിട്ടുണ്ട്. ജേഴ്സി റേഞ്ച് ഒന്നുമല്ല, പക്ഷേ ആ ഡയറക്ടർ ഇത്ര വർഷം വെയിറ്റ് ചെയ്തിരുന്നിടത്തേക്ക് 100% ഫലം കണ്ടിട്ടുണ്ട്. സെക്കൻഡ് ഹാഫൊക്കെ ഒരു ഡൗണിൽ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് അനിരുദ്ധിൻ്റെ ഒരു കത്തിക്കലുണ്ട്. മോനെ അത് മാത്രം മതി, വേറെ ലെവലിൽ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫും കാര്യങ്ങളൊക്കെ ഒരു ആവറേജ് ലെവലിലുള്ള കഥയാണെങ്കിൽ പോലും വെങ്കി തന്നെയാണ് മെയിൻ. കാരണം ഒന്നും പറയാനില്ല. നായകനേക്കാൾ സ്കോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ കണ്ടിട്ടേ ഉള്ളൂ അന്യഭാഷ പടത്തിൽ. അത് വേറെ ലെവലിൽ ചെയ്തിട്ടുണ്ട്. എടുത്തു പറയാനുള്ളത് ഈ അനിരുദ്ധിൻ്റെ BGM വെങ്കിയുടെ ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ്. വേറെ ഒന്നുമില്ല. പടം സാധാ യൂഷ്വൽ സ്റ്റോറി തന്നെയാണ്. പക്ഷേ നമുക്ക് ഈ ഒരു അനിരുദ്ധിൻ്റെ BGM ആക്ടിങ് സ്റ്റൈലോട് നമുക്ക് ഇഷ്ടപ്പെടും. അത്രേ ഉള്ളൂ. വിജയ് ദേവരകൊണ്ടയുടെ ഇടയ്ക്ക് വന്നേക്കുന്ന കുറച്ച് പടങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ പുള്ളിക്ക് ഇത് നല്ല ലിഫ്റ്റ് കിട്ടിയെന്ന് പറയാം. കാരണം അവസാനം വന്നേക്കുന്ന കുറച്ച് പടങ്ങൾ വെച്ച് നോക്കിയാൽ ബെറ്റർ തന്നെയാണ്. കാരണം സാമാന്യം നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നുണ്ട്. സിനിമാറ്റോഗ്രാഫി നന്നായിട്ടുണ്ട്. പിന്നെ പെർഫോമൻസ് വിജയ് ദേവരകൊണ്ട കുറച്ച് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ സത്യദേവ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സത്യദേവ് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. വിജയ് ദേവരകൊണ്ടയും സത്യദേവ് രണ്ടുപേരാണ് ടോപ്പ് പെർഫോമൻസ്. ബാക്കി ഓക്കെ എന്ന് പറയാനേ ഉള്ളൂ. ഇവർ രണ്ടുപേരുടെ പെർഫോമൻസ് ഹൈലൈറ്റ് ചെയ്ത് തന്നെ പറയണം. നല്ല രസം. ഓവറോൾ ഓക്കെ, കൊള്ളാം. ഏറ്റവും എടുത്തുകൊണ്ട് ഇത് തന്നെയാണ്, പെർഫോമൻസ് തന്നെയാണ്. സത്യദേവിൻ്റെ പെർഫോമൻസും വിജയ് ദേവരകൊണ്ടയും പിന്നെ സിനിമാറ്റോഗ്രാഫി. കാരണം നമ്മൾ ഇടയ്ക്ക് വിജയ് ദേവരകൊണ്ടയുടെ കുറച്ച് പടങ്ങളൊന്ന് താഴ്ന്നതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് എങ്ങനെ ആയിരിക്കും എന്നൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സാമാന്യം നല്ല പടം, കൊള്ളാം. ഓവറോൾ ഓക്കെ, കുഴപ്പമില്ലാത്ത നല്ലൊരു സിനിമ. വിജയുടെ പെർഫോമൻസ് ഉണ്ട്, പിന്നെ നമ്മുടെ മലയാളിയുടെ വെങ്കിയുടെ പെർഫോമൻസ് ഉണ്ട്. വെങ്കി നന്നായിട്ട് ആ വില്ലൻ വേഷത്തിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അനിരുദ്ധ് മ്യൂസിക്കൽ എന്ന് പറയുന്നതെങ്കിലും പാട്ടിൽ യാതൊരു പ്രാധാന്യമില്ല. പിന്നെ സിനിമാറ്റോഗ്രഫി നമ്മുടെ 2 മലയാളികളാണ് സിനിമാറ്റോഗ്രഫി ചെയ്തേക്കുന്നത്. നമ്മുടെ ഗിരീഷും ജോമോനും ഒരു ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രഫി അതിൻ്റെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ് ഇതിൻ്റെ ഛായാഗ്രഹണം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വിജയ് ആസ് യൂഷ്വൽ പുള്ളിയുടെ പെർഫോമൻസും ഉണ്ട്, പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഭയങ്കര ബ്രഹ്മാണ്ഡ സിനിമയൊന്നുമല്ല. അതാണ് ഈ നമ്മുടെ തെലുങ്ക് സിനിമയിൽ കാണിക്കുന്ന ആവശ്യമില്ലാത്ത ഹൈപ്പൊന്നുമില്ല. കുറച്ച് റിയാലിറ്റിയോടൊക്കെ അടുത്ത് നിൽക്കുന്ന സിനിമയാണ്. സാധാരണ ഈ നായകനൊക്കെ എത്ര 100 വെടികൊണ്ടുണ്ടായാലും ചാവാത്ത നായകന്, അതിനെ കൈകൊണ്ട് എടുത്ത് കളയുന്ന നായകന്, അങ്ങനത്തെ തെലുങ്ക് സിനിമയിലെ എലമെൻസ് ഒന്നും ഇതിൽ മിക്സ് ചെയ്തിട്ടില്ല. ഒരു കുറച്ച് നമ്മുടെ യാഥാർത്ഥ്യത്തോട് ഒരു അടുപ്പിക്കുന്ന ഒരു സിനിമയാണ്. പിന്നെ ഒരു മെലോ ഡ്രാമയാണ്. നമുക്ക് ഇടയ്ക്ക് കുറച്ച് സിനിമ നടുക്ക് സമയത്ത് കുറച്ച് വലിയതായിട്ട് തോന്നും. പിന്നെ ഫൈറ്റ്സ് ഈ പറഞ്ഞ പോലെ നമുക്കങ്ങ് ത്രസിപ്പിക്കുന്ന ഫൈറ്റ്സ് ഒന്നുമില്ല. ഫൈറ്റ്സ് ഉണ്ട്, പിന്നെ അത്ര ഒരു ഇതിലുള്ള ഒന്നും പറയാനൊന്നുമില്ല. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു നല്ല കുഴപ്പമില്ലാത്ത, മോശം പറയാനില്ലാത്ത ഒരു സിനിമ. വില്ല നമ്മുടെ വെങ്കിയല്ലേ, നമ്മുടെ മലയാള പുള്ളിയുടെ ഇഡ്ഡലിയൊക്കെ ഞാൻ കുറേ കഴിച്ചിട്ടുണ്ട്. സുഡ ഇഡ്ഡലി. പുള്ളി നെഗറ്റീവ് റോളാണ്. എനിക്ക് തോന്നുന്നത് ചോക്ലേറ്റ് വേഷത്തിനെക്കാട്ടിയും പുള്ളി നെഗറ്റീവ് റോളാണ് വളരെ നന്നായിട്ട് ശോഭിക്കുന്നത്. മലയാളത്തിലെ ഇടയ്ക്ക് ഒരു സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞ സിനിമയിൽ നെഗറ്റീവ് റോൾ പുള്ളി നന്നായിട്ട് പെർഫോം ചെയ്യും. അതാണ് എനിക്ക് തോന്നുന്നത് വെങ്കിക്ക് കുറച്ചുകൂടെ ആപ്റ്റ്, ഒരു സുന്ദരനായ വില്ലൻ എന്നൊക്കെ പറയാൻ പറ്റിയ ഒരു നെഗറ്റീവ് റോളിൽ പുള്ളിക്ക് ഇനിയും നല്ല ഇത് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് കിട്ടിയ വേഷം നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പടം, ഇഷ്ടപ്പെട്ടു. എടുത്തു പറയാൻ മ്യൂസിക്, സിനിമാറ്റോഗ്രാഫി, പല ഫ്രെയിംസും ഭയങ്കര രസമുണ്ടായിരുന്നു. അതൊക്കെ തന്നെ. ട്രെയിലർ ഞാൻ കണ്ടില്ല. ഞാൻ ആ മറ്റേ ഇവിടുത്തെ ഒരു ചേട്ടനില്ലേ വിക്കി, ചേട്ടൻ്റെ ഒരു സ്പീച്ച് കേട്ടിട്ട് ഞാൻ ഈ സിനിമ കാണാൻ വന്നത്. ചേട്ടൻ ജസ്റ്റ് ഫയർ. ഇല്ലില്ല, കിടില ക്യാരക്ടർ. അടിപൊളിയാ.